ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും വരണമെന്ന് പ്രതീക്ഷിച്ചതല്ല. ലാസ്റ്റ് വീഡിയോയും മോർണിംഗ് വീഡിയോ ആണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വരേണ്ട ഒരു ആവശ്യം വന്നു. അത് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കളി തീർന്നിട്ടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയല്ലേ. അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ ഗൈസ് ഇന്നലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇമോഷൻ ആയി എന്നുള്ള സത്യമായിരിക്കും. പക്ഷേ എനിക്ക് കരയേണ്ട വിധത്തിലുള്ള ഒരു കാര്യം ഇതിനകത്ത് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാനല്ലേ ഈ വീഡിയോ ഇട്ട് ഞാൻ ഇതിനെ കരയേണ്ട ആവശ്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പലരും ശ്വാസം മുട്ടിയൊക്കെ സംസാരിക്കുന്നുണ്ടാ. അപ്പം അട ദോശ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനപ്പം കാര്യത്തിലേക്ക് വരാം. ഇനി നമുക്ക് തെളിവുകളാണല്ലോ ഗൈസ് മുഖ്യം അല്ലേ. അപ്പം തെളിവുകൾ വെച്ചിട്ട് പറയാം. ചിലർ കുഴക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് ഡേറ്റ് വല്ലതും ഉണ്ടോന്ന്. ഡേറ്റ് ഉണ്ടാക്കി ഇപ്പം അങ്ങ് സമ്മതിച്ചു തന്നേനെ. ഡേറ്റ് ആക്കി കളയുന്നതിന് അതിന് ശേഷം നടന്ന സംഭവങ്ങളെ നമുക്ക് വെച്ചങ്ങ് തന്നാൽ പോലും. ഇദ്ദേഹത്തിന്റെ വിചാരം അങ്ങനെ, അതായത് ഇപ്പോൾ പറഞ്ഞതല്ല, കുറേ വർഷം മുമ്പ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിരിക്കും. അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടേണ്ട ഉദ്ദേശിക്കുക. ഞാൻ അങ്ങനെ രക്ഷിപ്പിച്ച് വിടുന്ന ഉദ്ദേശം ഞാൻ കാണിക്കുന്നില്ല. കാര്യം ഞാൻ തെളിവ് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇതിൽ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാനാണോ പറയുന്ന കള്ളം, ഈ പറയുന്ന വ്യക്തിയാണോ കള്ളം പറയുന്നത്. ചിലപ്പോൾ അവർ ചിലപ്പോൾ ജാമ്പോന്റെ കാലത്തെ വീഡിയോസോ അല്ലെങ്കിൽ വോയിസോ ഒക്കെ എടുത്തുകൊണ്ട് വരുമായിരിക്കും. പക്ഷേ ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നത് വെച്ച് വേണം സംസാരിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു തെളിവാണുള്ളത്. കാരണം ഞാൻ എൻ്റെ എൻഡോർക്ക് സ്കൂട്ടി എടുത്തിട്ട് ആകെ രണ്ടാമത്തെ CC ആയി. പക്ഷേ ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു മാസത്തിനകത്ത് നടന്ന ഒരു സംഭവമാണിത്. ആ ഒരു സംഭവത്തിന്റെ ഒരു മാസം വണ്ടി എടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ അതിന്റെ ശേഷമുള്ള ആ ഒരു കാര്യത്തിൽ ഇതുവരെയും ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാര്യാഹാരം കഴിക്കുന്നവരെ നമുക്ക് മനസ്സിലാവാതിരിക്കും അല്ലേ. നമുക്കത് ചെവിക്ക് പൊട്ടാലും വല്ലതുമാണ്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാം. എന്നിട്ട് പറയുന്നത് എന്താ, ഇപ്പോഴൊന്നും അല്ല, ഇപ്പോഴും സംസാരിച്ചതിന്റെ തെളിവുണ്ടോ, ഡേറ്റ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. തെളിവ് തരാം. അപ്പം ഗൈസ്, ഇത് സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ എത്ര ദിവസമായി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അന്ന് തന്നെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ തന്നെ ഉണ്ട്. അത് ആ ഡേറ്റിന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അത് ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പോഴാണ് ഈ ചർച്ചകൾ വരുന്നത്. അതായത് ഞാൻ എൻഡോർക്ക് വണ്ടി എടുത്തതിനെ കുറിച്ചും അതിൻ്റെ പഴയ വണ്ടി കൊടുത്തപ്പോൾ അവർക്ക് അങ്ങ് ചിരിച്ചങ്ങ് സഹിച്ചില്ല പോലും. ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗുകൾ കേട്ടോ. അപ്പം അവരെടുത്തപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു ചേട്ടൻ ഇപ്പം തന്നെ അങ്ങ് ഉലത്തി തരും. അല്ല, അവ സ്കൂട്ടി എടുത്തറേ. മറ്റേ ഫാസിനോ, മറ്റേ നീല കളർ അതല്ലേ? സീനല്ല, അത് CC എടുത്തോണ്ട് പോയല്ലേ. അത് നീ അന്ന് പറഞ്ഞു എടുത്തോണ്ട് പോയത്. വേറെ വണ്ടി പിന്നെ എടുത്താ? വേറെ വണ്ടി എടുത്ത് അനിയന്റെ പേർക്ക് എടുത്തെന്ന് പറയാനായിട്ട്. ഏത് വണ്ടി? ഒരു ഇത് ഫുൾ ബ്ലാക്ക് ആണ്, പഴയ മോഡലാണ്. പക്ഷെ എന്റെ ഏറ്റവും ട്രെൻഡ് ഫുൾ ബ്ലാക്ക് ആണ്. എല്ലാവരും എടുക്കുന്നതാണ്. അവർക്ക് എടുക്കുന്നതാണ് അവള് പറയുന്നത്. യൂട്യൂബ് വീഡിയോ ഒക്കെ അവളാണ് ചാവിയൊക്കെ മേടിക്കുന്നത്. യൂട്യൂബ് വീഡിയോ ഉണ്ടോ? നീ എനിക്ക് അത് ഷെയർ ചെയ്തേ. എന്നിട്ടും വലിയ വണ്ടി ജോലിക്കൊന്നും പോണം. എനിക്കറിയത്തില്ല. ഇത് CC എടുത്തോണ്ടോ, നീ കണ്ടോ? മറ്റേ CC എടുത്തോണ്ട് പൈസ അടയ്ക്കാതെ കൊണ്ട്. എന്നിട്ട് അവള് യൂട്യൂബിൽ പറയാനേ വണ്ടി കംപ്ലൈന്റ് ആണ് തിരിച്ചു കൊടുത്തത്. നാട്ടുകാർ മൊത്തം കൂടി നിൽക്കാൻ വണ്ടി എടുത്തോണ്ടോ, എന്നിട്ട് തള്ളുകൂടെ. പിന്നെ ബൗൺസ് തന്നെ 20,000 പുറത്താക്കണ്ട അടയ്ക്കാണ്ടായിരുന്നു പറയാനായിട്ട്. എന്നിട്ട് പറയണത് യൂട്യൂബിൽ ലോങ് വീഡിയോ പറയണത്. എന്നിട്ട് എനിക്ക് മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഫസീനോ. ആ വണ്ടിയുടെ കാര്യം ഞാൻ പറയാം. അത് എന്തിനാണ് എടുത്തപ്പോഴേ കുറെ കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് CC എടുത്തത്. അപ്പൊ എനിക്ക് ആ കളർ കണ്ട് ക്രേസ് ആയതുകൊണ്ട് ആ വണ്ടി എടുത്തതാണ്. പക്ഷെ കുറെ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് കൊടുത്തു. ഞാൻ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ട് CC ചത്ത്. CCക്കാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി. അതിനുള്ള നോക്കില്ല. പിന്നെയാണ് വലിയത്. അങ്ങനെയുള്ള അവൾ ആദ്യം അവൾ കിടക്കുന്ന വേറെ ഒന്നും നീ ഒരുക്കണ്ട. നീ കിടക്കുന്ന നിങ്ങൾ തന്നെ കിടക്കുന്ന റൂമിൽ ആ കർട്ടൻ മാറ്റിട്ട് ഒരു ജനൽ ഇടാണ്ടായിരുന്നു. ഒരു ഡോറുള്ള ജനൽ. ആരെങ്കിലും വന്ന് പൊക്കി കിടക്കുന്ന തന്നെ കാണാം. ഹോളിൽ തന്നെ ഡോർ ആണെങ്കിൽ അടയ്ക്കാൻ പോലും പറ്റൂല എന്നെ കുഞ്ഞന്മാരൊക്കെ പറയാനായിട്ട്. അത് എവിടെയെങ്കിലും പോകുമ്പോ ചാരി വെച്ചിട്ടാണ് പോണേ. അവന് മാത്രമൊന്നുമല്ല, അവന്റെ ചേച്ചിക്ക് കൂടെ അവകാശം ഉണ്ടാവില്ല. അവളൊരു കോമഡിയാണ് പാവ. സ്കൂട്ടി, ആദ്യത്തെ സ്കൂട്ടി തന്നെ 1500 CC അടവും. അത് തന്നെ അവളെ കൊണ്ട് അടയ്ക്കാൻ പോക്കില്ല. പിന്നെയാണ് ഈ എന്റെ ഒരു സ്കൂട്ടി മാസം 4000 5000 രൂപ അടയ്ക്കും. അത് CCക്കല്ലേ എടുത്തത്. അവൾ പെണ്ണായിരുന്നു. നിങ്ങൾ വെല്ലുവിളിച്ചല്ലേ എന്നോട് വാശിക്കാണെന്ന് പറഞ്ഞാൽ പെണ്ണായിരുന്നു. ചുണയുള്ളവനായിരുന്നെങ്കിൽ അവൾ ലൊക്കം പൈസക്ക് ആ MT ബൈക്കുള്ള ഭർത്താവിന് കൊടുക്കാൻ തന്നോളൂ. തന്റെ ഉള്ളവളായിരുന്നെങ്കിൽ. കാരണം MT ബൈക്കിന്റെ റേഞ്ച് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നതെന്ന് അറിയാല്ലേ. എല്ലാ ആമ്പുകളും എവിടെ നോക്കിയാലും ആ വണ്ടിയേ ഉള്ളൂ. എവിടെ നോക്കിയാലും ആ വണ്ടിയേ ഉള്ളൂ. അവൾ ചുണയുള്ളതാണ്. തന്തയ്ക്ക് പറഞ്ഞോളായിരുന്നെങ്കിൽ ആ വണ്ടി ഭർത്താവിന് കൊടുക്കാൻ എടുത്തോളൂ. എന്നിട്ട് വെല്ലുവിളിച്ചെങ്കിൽ ഞാൻ സമ്മതിച്ചായിരുന്നു. എന്റെ ഡയലോഗ് കളിക്കാൻ പറഞ്ഞേ. സഞ്ജു, നിനക്ക് കാര്യം അറിയാമോ? ഞങ്ങളെ ഏരിയയിൽ എന്റെ വീട്ടിന്റെ അവിടുത്തെ ഏരിയയിൽ ഒറ്റ മനുഷ്യർക്ക് ഈ വണ്ടിയില്ലല്ലേ. ഇത്രയും വില കൂടിയ വണ്ടി അവിടെ ഒരുത്തനും ഇല്ല. അത് ഞാൻ 100% ഞാൻ വെല്ലുവിളിച്ച് പറയും. ഇത്രയും വില കൂടിയ വണ്ടി ആ ഭാഗത്തുള്ള ഒറ്റ ഒരുത്തനും ഇല്ല. ഈ പറയണ അവളെ ഭർത്താവില്ല. എന്റെ ശത്രുവായ മറ്റേ പഴയ എക്സ്-ലൈൻ ആനന്ദു, അവനില്ല. മറ്റേ ലക്ഷ്മി. അവളെ അവരേലും ഇരിക്കണത് എൻഡോർഗിന്റെ സ്കൂട്ടിയാണ്. അവളിട്ട് ഞാൻ പണ്ടേ ഉണ്ട്. നമുക്കെല്ലാം അറിയാൻ.
അവള് വാവയുടെ ബെടാദോസായിരുന്നു. അവസരം ബെടാദോസം അടിച്ച് പിരിഞ്ഞു. ഇവളുമായിട്ട് കമ്പനി അടിക്കുന്ന എല്ലാരും അടിച്ച് പിരിഞ്ഞോളെ കുറച്ചാൾ കഴിയും. ആള് കോവരി എന്തോ മിണ്ടോയിക്കും തോന്നുന്നു. മിണ്ടോയില് അത്ര ചങ്കൊന്നുമില്ല. കാണണം. അമ്മമാരും തോറ്റു. മേക്കപ്പിന്റെ പച്ചേ ഉള്ളു. ഒരു കൊണയില്ല കാണാൻ. 2 മൈലും കണക്കാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം പോയി വണ്ടിയും കൊണ്ട് കുറച്ച് ഓയ കളിച്ചിട്ടാണ് വന്നത്. കഷ്ടപ്പെട്ടാണ്. ഞാൻ ചോദിക്കട്ടെ ഗൈസ്, എന്റെ അമ്മ തന്നെയാണ് ശരിയാണ് ഒരു പെങ്കൊച്ചിനെ വിവാഹം കഴിച്ച് അയക്കാൻ പറ്റില്ല, ഒളിച്ചോടി പോയി എന്ന് വെച്ച് എന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന പൈസയാണ്. ആ പൈസ എടുത്ത് എന്റെ അമ്മ എനിക്ക് തന്നു. ഇതേ കണക്ക് എന്റെ അമ്മ എന്ന് പറയുമ്പോൾ എന്റെ അമ്മയുടെ സ്വന്തമായിട്ട് ഒരു സഹോദരനുണ്ട്. അവർ മൊത്തം 7 മക്കളാണ്. ഈ പറയുന്ന സഹോദരനും ഇതേ കണക്ക് പൈസ കൊടുത്തു. ഇവർക്കും പൈസ കൊടുത്തു. അവർ അതെന്ത് ചെയ്തെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ പുട്ട് തിന്നാണ്. പുട്ടടിച്ചാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് കരുതാത്തതാണ് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. എന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് കരുതിയ പൈസയാണ്. അത് തന്നെയാണ് എന്റെ ഹസ്ബൻഡിന് കൊടുത്തത്. അപ്പോൾ എന്റെ ഈ നാട്ടുകാർക്ക് മൊത്തം എന്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ഇറങ്ങിപ്പോയി എന്ന് കരുതി അവൾക്കുള്ളത് കൊടുക്കാതിരിക്കത്തില്ല, എനിക്കുള്ളത് എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിക്കട്ടെ ഗൈസ്, ഇവരുടെ അച്ഛനും അമ്മയൊക്കെ പുട്ടടിച്ച് തിന്നത് പോലെ ഇവരൊക്കെ പുട്ടടിച്ച് തിന്നോലെ ഞാൻ എന്റെ ഭർത്താവ് വിചാരിച്ച പുട്ടടിച്ച് തിന്നാൻ പറ്റത്തില്ലേ? ഞാൻ ആലോചിക്കണം, ദൂർത്തടിച്ച് കളയാലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട്? നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ആ പൈസ സേവ് ചെയ്ത് ഒരു വണ്ടി എടുത്തു. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഇല്ല, എന്നാൽ ടോയ്ലറ്റ് കേട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, വണ്ടിയുടെ സീസി, അത് കാര്യങ്ങൾ നമ്മളെല്ലാം ക്ലോസ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. ദൂർത്തടിച്ച് കളയാന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ 10 പൈസ കിട്ടും. എന്തിന്? ഒരു ലക്ഷങ്ങൾ കിട്ടിയാലും 5 മിനിറ്റ് കൊണ്ട് ആ പൈസ തീരും അല്ലേ ഗൈസ്? കാരണം പൈസയ്ക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷേ വാല്യൂ ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്, അത് ചുമ്മാ എടുത്തങ്ങ് ദൂർത്തടിച്ച് കളയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അത് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെതായ രീതിക്ക് ചെയ്തത്. പിന്നെ വീട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ, വീട്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേരുള്ള ഒരു വീടായിരുന്നു. ഞങ്ങൾ എന്നേ നല്ല അടിപൊളി ആഡംബരമായിട്ടുള്ള വീട് വെച്ചാൽ അതിന് ഞങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി വീട് വെച്ചാൽ അവർക്ക് കാണിച്ചു കൊടുത്തോളാം. എന്റെ എക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ എക്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടിയായിട്ട് എക്സുമായിട്ട് എന്താണ് ബന്ധം? എന്റെ എക്സുമായിട്ട് ഈ കുട്ടിക്ക് എന്താണ് ബന്ധം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ ഇപ്പൊ ജീവിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. പകരം ഒരു കുട്ടിയുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ മറ്റൊരാളുടെ എക്സുമായിട്ട് ബന്ധം കൂടുന്നത്? തന്നെയല്ലേ? അപ്പൊ ഈ കുട്ടിയുടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, അന്നത്തെ ആ കേസ് വിഷയം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു വർഷത്തിനും പുറത്തായി. ഞാൻ 1 വർഷമായിട്ട്, അതിന് മുമ്പും ആവട്ടെ, നിന്റെ വിവാഹം കഴിഞ്ഞ ശേഷം നിന്റെ ഏതെങ്കിലും ഒരു എക്സിനോട്, അതായത് 1 അല്ല 9 എക്സ് ഉണ്ടല്ലോ, അതായത് എന്റെ ഭർത്താവിന്റെ സഹോദരൻ ഉൾപ്പെടെ ഉണ്ട്, ഞാൻ ഇതിൽ ആരോടെങ്കിലും നിന്റെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്ന നിന്റെ തെളിവുണ്ടോ? എന്നാൽ നീ എടുത്ത് അത് കാണിക്കും. പോട്ടെ, ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തുള്ളവനാവട്ടെ, അല്ലെങ്കിൽ ജയ്പൂർ കിടക്കുന്നവനാവട്ടെ, അല്ലെങ്കിൽ തൊട്ട് കിളിമാനൂർ കിടക്കുന്നവനാവട്ടെ, ആരായാലും നീ ഞാൻ എന്തെങ്കിലും നിന്നെ കുറിച്ച് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുണ്ടെങ്കിൽ അയക്കേ. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു കാര്യം ചോദിച്ചോടെ ഗൈസ്, ഒരു പെൺകുട്ടി ഒരാളെ സ്നേഹിച്ചു, അയാൾക്ക് വേറെ അഫെയർ ഉണ്ടെന്ന് കരുതി അയാളുടെ കാര്യം നോക്കിപ്പോയി, ഞാൻ എന്റെ കാര്യം നോക്കി, എന്റെ വിവാഹം കഴിഞ്ഞു, ഞാനിപ്പോൾ കുട്ടികളായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ പഴയ ആൾക്ക് ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെ അതെന്തോ ആയിക്കോട്ടെ, അയാൾ ഒരു കാര്യം തിരക്കി കഴിഞ്ഞാൽ, എന്റെ കസിനാണ് ഈ പറയുന്ന കുട്ടിയെങ്കിൽ, അയാളോട് ഒരു കാര്യം തിരക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയും, നീ ആയിട്ടല്ലോ അവളുടെ വിവാഹം കഴിഞ്ഞത്, പിന്നെ എന്തിനാണ് നീ അവളെ കുറിച്ച് തിരക്കുന്നത്? അവളിപ്പോൾ അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവളെ ഹസ്ബൻഡായി 3 മക്കളായി അവൾ നല്ല രീതിക്ക് ജീവിക്കുന്നു എന്നല്ലേ പറയുള്ളൂ. ആ കൊച്ചിന്റെ കഥകൾ മൊത്തവും അവരടുത്ത് വിളമ്പാൻ നിൽക്കൂ. ശരി, നീ നല്ല കാര്യങ്ങൾ പറ, എന്നാ കേൾക്കാൻ കൊള്ളാം. ഇത് പറയുന്നത് എന്റെ ഭർത്താവ് അങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ളവനാണ്, അതുപോരാഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടക്കുന്നവളാണ്, ഇങ്ങനെ നടക്കുന്നവളാണ്, എന്റെ വീട്ടിൽ അതില്ല, ഇതില്ല, മറ്റതില്ല, മറിച്ചതില്ല, എല്ലാം ഉള്ളതിന്റെ അഹങ്കാരം കാണിക്കരുത്, ഒരിക്കലും കാണിക്കരുത്. കാരണം പോയ വഴിയും വന്ന വഴിയും നമ്മൾ ഓർക്കണം. പിന്നെ തിരിച്ച് നമ്മൾ ആ കുഴിയിലോട്ട് കൊണ്ടിടാൻ ഭഗവാൻ അധികം സമയമൊന്നും വേണ്ട. സത്യമായിട്ടും ഒരുപാട് പേര് ഇതുപോലെ കെട്ടിപ്പൊക്കിയതൊക്കെ തന്നെ ഒറ്റയടിക്ക് ഇടിഞ്ഞിതാ താഴെ വന്ന് കിടക്കുന്നു. അതുകൊണ്ട് നോക്കിയും കണ്ടാൽ വേണം എല്ലാവരുടെയും സംസാരിക്കാൻ, കേട്ടാ. അപ്പം ഞാൻ ഗൈസ്, കാലം മാറി. ഇപ്പോൾ എക്സ് ഇല്ലാത്ത ആരുമില്ല. മുമ്പ് സ്നേഹിക്കുന്നവരെ തന്നെ നമ്മൾ കല്യാണം കഴിക്കണമെന്ന് വല്ല നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുകിൽ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അവർ പോയത് അത് അവരുടെയൊക്കെ ഇഷ്ടം അല്ലേ? അപ്പൊ അത് ഞാനായാലും എന്റെ എക്സ് ആയാലും ഞങ്ങൾ അറിഞ്ഞാൽ മതി അല്ലേ? ഇപ്പൊ എനിക്കിപ്പം താല്പര്യമില്ല എന്ന് വെച്ചാൽ താല്പര്യമില്ല തന്നെ. എനിക്കിപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ശരി, താല്പര്യമുണ്ട്, അത് എന്റെ ലൈഫാണ്. മറ്റുള്ളവരെ അത് ബാധിക്കുമോ? ഇല്ലല്ലോ. അവരൊരു കുടുംബമായി ജീവിക്കുന്നെങ്കിൽ അവർക്ക് അവരുടെ കാര്യം തിരക്കിയാൽ പോരെ. എന്തിനാണ് എന്റെ കാര്യം തിരക്കുന്നത്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. എന്റെ ഭർത്താവ് എന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായാലും, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാനായാലും എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ വീട്ടുകാരും ഉണ്ട്. ഞാൻ ഇതിൽ മറ്റൊരാളെ ആരും ചേർപ്പെടുത്തിയിട്ടില്ല. അതൊന്ന് മനസ്സിലാക്കണം എന്ന് നന്നായിരിക്കും. നിനക്ക് ഇത്ര ഇത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ മറ്റുള്ളവരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി ഇടപെടേണ്ട ആവശ്യം നിനക്കെന്ത്? നിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഞങ്ങളുടെ ഇടപെടാൻ വരുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. പിന്നെ ഞാൻ സേഫ് ആക്കി വെച്ച്, ആരെ സേഫ് ആക്കി വെച്ച്? എന്നെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറ. എന്നെ കുറിച്ച് എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറ. പക്ഷെ എനിക്ക് കിട്ടിയ വോയിസിൽ അവൻ എന്നെ കുറിച്ച് പറയുന്നതായിട്ട് നീ പറയുന്നതായിട്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. അത് ഞാൻ മറ്റുള്ളവരെ കേൾപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. അതിൽ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് ആരെന്നും എനിക്കറിയാം. ആ തിരിച്ച് മറുപടി നിന്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞതും ആരെന്ന് എനിക്കറിയാം. ശരി, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആള് അപ്പോൾ ചിലപ്പോൾ നിന്നെ കുറിച്ച് മോശമായിട്ട് പറയും, ചിലപ്പോൾ എന്നെ കുറിച്ച് നല്ലതും പറഞ്ഞെന്ന് വരും. അപ്പൊ പിന്നെ നീ ആരത് സംസാരിക്കാൻ? നീ ആര്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്ക് അതിന്റെ ആവശ്യം എന്ത്? നീ ഇപ്പൊ നിന്റെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം, നീ അത് നോക്കിപ്പോണം. നിന്റെ അടുത്ത് ഫസ്റ്റ് തൊട്ട് അന്ന് സ്റ്റേഷനിൽ വെച്ചും പോലീസുകാരൻ പറഞ്ഞാൽ നീ നിന്റെ കാര്യം നോക്കി ജീവിക്കണമെന്ന് തന്നെ. പിന്നെ നീ എന്തിനാ അവനെ വിളിക്കാൻ പോയത്? നീ എന്തിനാ എന്റെ കാര്യം ചർച്ച ചെയ്യാൻ പോയത്? എനിക്ക് ഇതിനുള്ള ഒരു റീസൺ മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കാരണം നിനക്ക് നിന്റെ ഭർത്താവിന് നീ പറയും വാവയുടെ കാര്യം കേൾക്കുന്നതേ എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാണ് എന്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? അവന് താല്പര്യമില്ലാത്ത, അവന് പോലും താല്പര്യമില്ല. അപ്പൊ നിനക്ക് എത്ര ക്യൂരിയോസിറ്റി എന്ത്? നീ അല്ല തന്നെ എന്റെ വിശേഷങ്ങൾ വിളിച്ച് പറയാം അവന്റെ ആര്?
എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നീ വിളിച്ച് പറയാത്ത എന്റെ കാര്യങ്ങൾ അങ്ങനെ പറ. അവള് തിന്നുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ മക്കൾ അങ്ങനെ ഉണ്ട്, നീ അങ്ങനെയൊന്നും വിളിച്ച് തിരക്കുന്നില്ലല്ലോ. നിനക്ക് എന്റെ കുറ്റങ്ങൾ വിളിച്ച് പറയാൻ മാത്രം എന്തൊരു ഉത്സാഹം. ശരി പോട്ട്, എന്റെ കുറ്റങ്ങൾ പറഞ്ഞു. നീ നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാ? നീ പറഞ്ഞിട്ടുണ്ടാ? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ പ്രേമിച്ച കാര്യങ്ങൾ നിന്റെ എക്സുകളെ കുറിച്ചും അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡിന്റെ എക്സിനെ കുറിച്ചും നീ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ? നിന്റെ വീട്ടുകാരെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടാ? അതൊക്കെ എന്ത് പറയാത്ത? നിന്റെ അനിയനെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടാ? അതൊക്കെ അങ്ങ് പറയണം. പറയുമ്പോൾ നിന്റെ വീട്ടിൽ എങ്ങനെയാണ് കഥവും ജനലും വന്ന കഥ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ? ഇതൊക്കെ പറയണം. പറയുമ്പോൾ ഒന്നും വിട്ടുപോകരുത്. മറ്റുള്ളവരെ കുറ്റം പറയാൻ മാത്രം എന്തത്ര ഉത്സാഹം, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പറയാൻ ഉത്സാഹമില്ലേ? അതൊക്കെ ഞാൻ പറയണോ എല്ലാവരും? ഞാൻ ആരെയും വിളിച്ച് പറയുന്നില്ലല്ലോ. നിന്റെ എക്സുമാർ ആരെങ്കിലും ഞാൻ വിളിച്ച് പറയുന്നുള്ള തെളിവ് നിന്റെ കയ്യിലുണ്ടാ? നീ എന്നാ ഇറക്ക്. എനിക്കിപ്പോൾ നീ ഒരാളെ കൂടെ ജീവിക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ ആയി പോട്ട്, ആ ഒരു കൊച്ചുണ്ട്, അങ്ങനെ ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാലും ഞാൻ പറയും നീ ഇപ്പം അവനെ കെട്ടിയില്ലല്ലോ, അവളെ കെട്ടിയില്ലല്ലോ, ഇപ്പം നീയൊക്കെ നിന്റെ ലൈഫുണ്ട്, അവൾക്ക് അവളെ ലൈഫുണ്ട്, അത് അങ്ങനെ പോട്ടെന്നാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ എല്ലാവരുടെ അടുത്ത്. പക്ഷെ നീ എന്തുകൊണ്ട് നീ ഈ കാര്യങ്ങളൊക്കെ നീ കുപ്പിളിക്കാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നീ നല്ല പിള്ള ചമഞ്ഞ് ലൈവിൽ ഈ വീഡിയോ ചെയ്യുന്ന നിനക്ക് നാണോമാനോ ഇല്ലേടി? അല്ല ഞാൻ ചോദിക്കുകയാണ്. നാട്ടുകാരെ മുമ്പിൽ മൊത്തം നല്ല പിള്ള ചമയാ നിൽക്കുന്നു. ഈ വോയിസ് കൂടെ കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും ആരാണ് കുത്തല് കളിച്ചിരിക്കുന്നതെന്ന്. മറ്റൊരാളെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നീയൊക്കെ തൊലയ്ക്കാൻ നോക്കി, എന്തോ ഭാഗ്യം കൊണ്ട് അത് അങ്ങനെ ഇങ്ങനെ പോയി. ഇവിടെ ആ പോലീസുകാർ വിലവ് ചെയ്തതിന് ശേഷവും നീ അവനെ എന്ന് വിളിക്കുന്നുണ്ട്, നീ സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അത് പോട്ട് പറയുന്നത് എന്തോന്ന് കേസ് കൊടുക്കുമെന്ന കഷ്ടം തന്നെ. വീട്ടിൽ വിളിക്കുന്നു, ബർത്ത്ഡേക്ക് വിളിക്കുന്നു, എന്തൊക്കെ ഫോട്ടോ വരയ്ക്കുന്നു, അത് പിന്നെ ചേച്ചി സ്റ്റാറ്റസ് ഇടുന്നു, അനിയത്തി സ്റ്റാറ്റസ് ഇടുന്നു, നാട്ടുകാരെ കാണിക്കുന്നു. അയ്യോ എന്തൊക്കെയായിരുന്നു. ഫ്രണ്ട് ബ്രദർ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുമായിരുന്നു. എന്റെ മക്കളെ കുറിച്ച് നീ വിചാരിക്കണം, നീ കൊണ്ട് കേസ് കൊടുക്കുക കേട്ടോ. അപ്പൊ അവനെയും വിളിപ്പിക്കും, എന്നെയും വിളിപ്പിക്കും, നിന്നെയും വിളിപ്പിക്കും. അപ്പൊ നമ്മൾ 3 പേരും കൂടെ ചർച്ച ചെയ്യുമ്പോൾ അറിയാം ആരൊക്കെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന്. അപ്പൊ ആ പ്രശ്നം അവിടെ അങ്ങ് സോൾവ് ആവുമല്ലോ അല്ലേ? ചടയമംഗലത്തല്ലേ എന്തായാലും കൊടുത്തിരിക്കണം. അപ്പൊ നിനക്ക് നല്ല എളുപ്പമായിരിക്കും. നീ തന്നെ കൊടുത്തോ, കുഴപ്പമില്ല, ഞാൻ തന്നെ പറയണം, നീ തന്നെ കൊടുത്തു. അവനെയും വിളിപ്പിക്കണം, എന്നെയും വിളിപ്പിക്കണം, നിന്നെയും വിളിപ്പിക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ വെച്ചങ്ങ് സംസാരിച്ചങ്ങ് തീർക്കാം. അപ്പം അറിയാലോ ആരെയൊക്കെയാണ് സംസാരിപ്പിക്കുന്നതെന്ന്. കാരണം നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അവനുമായിട്ടുള്ള ഒരു കോൺടാക്ട് നീ വെക്കേണ്ട ഒരു ആവശ്യമില്ല. നിനക്കല്ലെങ്കിൽ തന്നെ വേറെ ചിലപ്പൊന്നുമില്ലേ? എന്റെ പൊന്നെ, ഭർത്താക്കന്മാരടുത്ത് ഇത്രയും മണിക്കൂർ സംസാരിക്കും ഓരോ പെണ്ണുങ്ങൾ. ഇത് ഈ കണ്ണീ കണ്ടവരടുത്ത് സംസാരിക്കും എന്തൊരു ഉത്സാഹം. അത് മറ്റുള്ളവരുടെ കുറ്റങ്ങളങ്ങ് ആർത്ത് തട്ടാൻ. മണിക്കൂറോളം സംസാരിച്ചിരിക്കുന്നല്ല മോള്. ഈ സുതിയെ വിളിച്ചെങ്കിൽ നീ ഇത്രയും നേരം അവിടെ സംസാരിക്കൂടി? അല്ല എന്റെ സംശയം കൊണ്ട് ചോദിക്കുകയാണ്. കഷ്ടം. ആ ചെറുക്കൻ വിളിച്ച് വല്ലതും തിന്നാ കുടിച്ചാന്നൊക്കെ ആദ്യം തിരക്കാൻ നോക്ക്. അല്ലെങ്കിൽ സ്വന്തം പെങ്ങന്മാരെ അല്ലെങ്കിൽ സഹോദരന്മാരെയൊക്കെ വല്ലതും വിളിച്ചിട്ട് എന്തിന് സ്വന്തം തന്ത നടക്കുന്നല്ലേ, ആദ്യം തന്തയെ വിളിച്ചിട്ട് വല്ലതും തിന്നാ കുടിച്ചാൽ നീ തിരക്ക്. അങ്ങനെയൊക്കെ കാല് വയ്യാതെ ഓപ്പറേഷൻ പോലും ചെയ്യാൻ നോക്കാതെ നടക്കുന്നത്. ആദ്യം അതൊക്കെ കൊണ്ട് ചികിത്സിക്കാൻ നോക്ക്, മറ്റുള്ളവരെ കാര്യം തിരക്കാതെ. മറ്റുള്ളവരോ കാര്യം തിരക്കാൻ എന്തൊരു എളുമയാണെന്നറിയാമോ? അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിരിക്കണം. അത് ശരിയാണ്, വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, ഒരു ഫോണും തന്നോട് ഇരുത്തിയിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ വിളിച്ച് ഓരോരുത്തരായിട്ട് പറയാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തെറ്റിക്കുഴി നീ എന്റെ ജീവിതം മാത്രമല്ല മറ്റു പലരെയും നീ തൊലയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നെക്കൂടെ കൂടുതൽ നീ വിവരിക്കല്ലേ അമ്മു. നീ അങ്ങ് കുറെ വേർക്കും. പിന്നെ കൊടുക്കണം കേട്ടാ. നിനക്ക് നിന്റെ കൂടെ ഞാനുണ്ട്, നീ കൂടും. അവനാണെങ്കിലും അവളാണെങ്കിലും ഇനി ഞാനാണെങ്കിലും കുറ്റക്കാരാണെന്ന് വെച്ചാൽ തെളിയിട്ട്. എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോൾ ജയിലിൽ കിടന്നാലോ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കിടന്നു വെച്ചാൽ ഒരു പേടിയും ഇല്ല. അതുകൊണ്ട് നീ എന്തായാലും കൊടുക്കുക കേട്ടോ. കാരണം എൻ്റെ ജീവിതം എനിക്കിപ്പോൾ നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പിറകെ കളിക്കുന്നവരൊക്കെ എനിക്കൊന്നും അറിയണമല്ലേ? ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി അതുവഴി 2 എണ്ണം കൂടി. അല്ല നിനക്കൊക്കെ എന്തെന്നാണ് ഞാൻ ആലോചിക്കണം? അവനവിടെ നിനക്കവിടെ. ഇപ്പം ഞാൻ അവൻ്റെ കാര്യം അവനെ ഞാൻ സേഫ് ആക്കേണ്ട ആവശ്യമില്ല. അവനിപ്പോൾ കുടുംബമില്ല, കുട്ടി ഇല്ലാതെ നടക്കുന്നുണ്ട്. അവനിപ്പോൾ എന്ത് മുന്നും പിന്നും നോക്കാനില്ല. അവൻ പലതും കാണിക്കും. അപ്പോൾ അതിനകത്ത് നീ നിൽക്കാൻ എന്തിനാണ്? അല്ലെ നിനക്ക് ചിന്തിച്ചൂടാ അവൾക്ക് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന അവൻ്റെ അടുത്തൊന്നും ഇവളെക്കുറിച്ചുള്ള ഒരു കാര്യം പറയണ്ട. നിന്റെ അടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ നിന്റെ അടുത്ത് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, അവനുമായിട്ടുള്ള ആ ഒരു കോൺടാക്ട് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, എന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് നിനക്ക് ആ കോൺടാക്ട് ഉണ്ട്, ഞാൻ വേറെ കെട്ടിപ്പില്ല, നിനക്ക് അവനൊരു ആ കോൺടാക്ട് വെക്കണേ? ശരി, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നീ ഫ്രണ്ട്സ് ആയിട്ട് നിന്റെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം. നീക്ക് എന്റെ കാര്യം സംസാരിക്കേണ്ട ആവശ്യം എന്തൊരാവശ്യം? അവൻ ചോദിച്ചാൽ നീ പറയണം എനിക്ക് അവളെ കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്ന്. നീ അങ്ങോട്ട് പറയാൻ നിന്നിട്ടല്ലേ അവൻ ഇങ്ങോട്ട് പറയുള്ളൂ, തന്നെയല്ലേ? പറയുന്നവളെല്ലാം കുപ്പിളിക്കാൻ നിന്നിട്ടാണ് അവർ കേൾക്കാൻ ആളുള്ളതും ചോദിക്കാൻ ആളുള്ളതും. പറയാതിരുന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കൂല, അതാരായാലും ചോദിക്കൂല. ഇപ്പം ഞാനിപ്പോൾ ഒരാളെടുത്ത് പറയണം എനിക്ക് ഇന്ന കണക്കാം നിന്നെ കുറിച്ച് ഞാൻ കുറ്റങ്ങൾ അങ്ങ് ആർത്ത് തട്ടുകയാണെങ്കിൽ അവരും കേൾക്കാനായിട്ട് നിൽക്കും. തിരിച്ച് എനിക്ക് നിന്നെ അവളെ കുറിച്ച് ഒരു കാര്യം പറയാൻ താല്പര്യമില്ലെന്നുള്ള അവരും കേൾക്കാനായിട്ട് വരൂല. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് കുപ്പിളിക്കാനായിട്ട് അങ്ങ് നിൽക്കണം. ഒരു അവസരം കിട്ടി ആരെങ്കിലും കിട്ടി അങ്ങ് തോർത്ത് തട്ടണമല്ലോ അല്ലേ? എന്തായാലും കൊള്ളാം, തകർത്ത് തട്ടിക്കും. നിന്റെ വിചാരം എന്താ അവരാരും നമ്മളെ കുറിച്ചൊന്നും ഒന്നും അറിയുന്നില്ലെന്ന്? നീ പറയുന്നതിന് കാട്ടിൽ അവർ നല്ലപോലെ അറിയുന്നുണ്ട്. കാരണം അവൻ്റെ ഒരു സഹോദരി എൻ്റെ കൂടെയാണ് പഠിച്ചത്. അവൾ വഴി ഞാൻ നല്ല കോൺടാക്റ്റാണ്. അതിൻ്റെ ഹസ്ബൻഡിനും അറിയാം. വേണമെങ്കിൽ നീ ചോദിച്ചു നോക്കും. അനുഷൻ്റെ നമ്പർ അതിലെല്ലാം വിളിച്ച് ചോദിച്ചു നോക്ക്. അവളാണ് ഞങ്ങൾക്ക് ആ പടം വരച്ചത്. ആ പടം എല്ലാം എൻ്റെ ഹസ്ബൻഡ് കണ്ടതിന്. നീ വിളിച്ച് ചോദിച്ചു നോക്കും. അവനുമായിട്ട് എനിക്കൊരു കോൺടാക്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ കൂടെ പഠിച്ചൊരു കൊച്ചാണ്. അപ്പോൾ എനിക്ക് അവളുടെ അടുത്ത് മിണ്ടുന്നതിന് എനിക്ക് ആരും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. നിന്റെ ചേച്ചി വിളിച്ച് ചോദിക്കുന്നത് നീ എന്തിനാ അവരുടെ അടുത്ത് മിണ്ടുന്നതെന്ന്? നിങ്ങൾക്കെന്ത്? എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ അടുത്ത് ഞാൻ മിണ്ടുന്നതിന് നിങ്ങൾക്കെന്ത്? നീ നിന്റെ എക്സിനാ നീ സ്നേഹിച്ചിരുന്നോ? അവൻ്റെ സഹോദരിയായിട്ടൊന്നും നിങ്ങൾ മിണ്ടാറില്ലേ? നിങ്ങളെ വീട്ടിൽ വെച്ച് ബിരുന്ന് കൂടാനും ഒരു എല്ലാവരും ഉണ്ടല്ലോ. പിന്നെന്ത്? എനിക്കെന്താ അവരെ സഹോദരങ്ങളുടെ അടുത്ത് മിണ്ടിക്കൂടെ? നീ അറിയേണ്ട, നിങ്ങൾ ആരും അറിയേണ്ട കാര്യമില്ല. എനിക്ക് പലരിടത്തും ഞാൻ മിണ്ടിയെന്ന് വരും. ചിലപ്പോൾ നാളെ അവരുടെ അടുത്ത് അവനൊരു കുടുംബമായി ചിലപ്പോൾ അവൻ്റെ അടുത്ത് മിണ്ടിയെന്ന് വരും. ഞാനൊരു ഹസ്ബൻഡ് പോയി എന്നും ഇരിക്കും കല്യാണത്തിന്. നിനക്കെന്ത്?
കഷ്ടം. മറ്റുള്ളവരുടെ ജീവിതം നോക്കി നടക്കാതെ സ്വന്തം ജീവിതം നോക്കി ജീവിക്കടി മൈ മോളെ. രണ്ടെണ്ണത്തിന് എനിക്കൊന്ന് കാണണം, രണ്ടുപേരും കാണണം. രണ്ടുപേരും എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ആർ തട്ടിയിരിക്കണേന്ന് എനിക്കൊന്ന് അറിയണ്ടേ? അതിന്റെ അവകാശം എനിക്കുണ്ടല്ലോ. സത്യം പറഞ്ഞ ഞാനാണ് കേസ് കൊടുക്കേണ്ടത് അല്ലേ? കഞ്ചാവ് വെച്ച് വണ്ടി പിടിപ്പിക്കാൻ നോക്കിയില്ലേ? ആരുടെ ഐഡിയയിലും എന്ത്? ആരുടെ ഐഡിയ? നിന്റെ ഐഡിയ. അവന് നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മലി പ്ലാൻ ചെയ്ത് തന്നല്ലേ? അവനിപ്പോൾ ഒന്നും നോക്കാനില്ല. അവന് ചിലപ്പോൾ എൻ്റെ ഭർത്താവിനെ കൊടുക്കണമെന്നായിരിക്കും, ചിലപ്പോൾ എന്നെ കൊടുക്കണമെന്നായിരിക്കും. കാരണം അവനെന്നെ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കാണും. അപ്പം അതിനകത്ത് നീ നിൽക്കുന്ന എന്തിനു? നിനക്ക് അവിടുന്ന് കഞ്ചാവ്. അവനെന്തായാലും ഇവിടെ വന്നവൻ ചെയ്യൂലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടാവും. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. നീ ആയിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ മറ്റു പലർക്കും നിനക്ക് കഞ്ചാവ് ബിസിനസ്സുകാരായിട്ട് കൂട്ടുണ്ടല്ലോ കുടുംബത്തിൽ തന്നെ. അപ്പം പിന്നെ നീ അത് ചെയ്യുമായിരിക്കും. ചെയ്യാനുള്ള പ്ലാൻ നീ നോക്കിയിട്ടുണ്ടായിരിക്കും. നീ അനിയനെ വിട്ടൊക്കെ അങ്ങ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീ ചെയ്യും. നീ അത് മിടുക്കിയാണ്. നീ മിടുക്കിയാണ്. മറ്റുള്ളവർക്ക് ഓരോരുത്തരെ ഒപ്പിച്ച് കൊടുക്കാനും എന്നിട്ട് അതിനെ തൊലയ്ക്കാനും എല്ലാത്തിനും നീ മിടുക്കിയാണ്. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നീ നല്ല പിള്ള അല്ലേ? കാണിച്ചില്ല നല്ല പിള്ളേരെ നല്ല ശൈലി. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് വിളിക്കാൻ? നീ വിളിച്ച് സംസാരിക്കണം. വെറുതെ ഈ യൂട്യൂബിൽ കൂടി നാറണോ? എനിക്കിപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. എനിക്ക് അതിൽ കൂടുതൽ എത്ര നാറുന്ന കഥകളൊന്നും ഇല്ല. പലർക്കും നാറുന്ന കഥകളുണ്ട്. അതും വെച്ചിട്ടാണ് ഇതിനകത്ത് കയറി അങ്ങ് കുപ്പിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ സംസാരിച്ചാൽ നിനക്ക് കൊള്ളാം. അപ്പം ബൈ ബൈ.